Hello students, in last class we have started our module diffraction and we discussed the definition and the classification of diffraction into two, that is Fraunhofer diffraction and Fresnel diffraction. We have discussed that diffraction is the bending of light around small opaque obstacles and their encroachment within the geometrical shadow. Today we are discussing about Fraunhofer single slit diffraction patterns. Okay. We have studied that in the Fraunhofer class of diffraction, source and the screen are at infinite distances from the obstacle. This is possible by using two sets of convex lenses. We have already discussed about this in last class. As studied in last class, we know that a Fraunhofer Fraunhofer diffraction is possible by using this type of an arrangement, which consists of a source, two lenses, two convex lenses, and a screen and a slit. ഇവിടെ നിങ്ങൾ സ്മോൾ എ വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കുലർ വിഡ്ത്ത് അല്ലെങ്കിൽ സ്മോൾ എ വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കുലർ സ്ലിറ്റാണ് എ ബി. എസ് ആണ് നമ്മുടെ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ വേവ് ലെങ്ത് ഉള്ള മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റാണ് എസ് എന്ന് പറയുന്നത്. ഈ എസ്സിൽ നിന്നും വരുന്ന ഈ മോണോക്രോമാറ്റിക് സോഴ്സസ് ഓഫ് ലൈറ്റിനെ L1 എന്ന കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു, അത് ഫോക്കസ് ചെയ്തിട്ട് പാരലൽ ബീംസ് ആക്കിയിട്ട് മുമ്പോട്ടേക്ക് കടത്തിവിടുന്നു. അപ്പം നിങ്ങൾക്കറിയാം പാരലൽ ലൈറ്റ് ബീംസ്, ഇപ്പം പാരലലായിട്ടുള്ള കുറേ ലൈറ്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ദേ ഹാവ് എമർജിങ് ഫ്രം അറ്റ് ഇൻഫിനിറ്റി അല്ലേ, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നും. സോ ഈ ഒരു L1 ഉള്ള ലെൻസിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പാരലൽ ബീംസിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് സോഴ്സ് എവിടെ നിന്നും വരുന്ന പോലെ നമുക്കപ്പോൾ സോഴ്സ് എവിടെ കീപ്പ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക? ഇൻഫിനിറ്റി. സോ യൂസിങ് ദിസ് L1 കോൺവെക്സ് ലെൻസ് ഓർ പ്ലേസിങ് L1 in such a way that S is at the focus plane of the L1. അതായത് L1ൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ് എസ് കെപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മുടെ സ്ലിറ്റിലേക്ക് വരുന്ന ലൈറ്റ് സോഴ്സ് എവിടെ നിന്നും വരുന്നതായിട്ട് നമുക്ക് തോന്നുക? സോഴ്സസ് അറ്റ് ഇൻഫിനിറ്റി. ഈ രീതിയിലാണ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ നമുക്ക് പോസിബിൾ ആകുന്നത്. ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനിൽ നിങ്ങൾക്കറിയാം സോഴ്സും സ്ക്രീനും ഇൻഫിനിറ്റിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് കണ്ടീഷൻ. ദ ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് എ സ്ക്രീൻ XY. ലൈറ്റ് പിന്നീട് എ ബി എന്ന സ്ലിറ്റിലൂടെ, ഇവിടെ എന്താണുള്ളത്? ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടല്ലേ, ഈ ഒബ്സ്റ്റക്കിളിലൂടെ പാസ് ചെയ്തിട്ട് അതെവിടേക്ക് പോകുന്നു? ഇറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദിസ് കൺവേർജിങ് ലെൻസ്. എന്തുകൊണ്ട് കൺവേർജിങ് എന്ന് പറയുന്നത്? ഈ ഒരു ലൈറ്റ് ബീംസ്, കുറേ പാരലൽ ലൈറ്റ് ബീംസ്, അതിനിവിടെ സ്ലൈറ്റ് ഡീവിയേഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പം ഈ ഒരു ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു? L2 എന്ന രണ്ടാമത്തെ ലെൻസിലേക്ക്, കൺവേർജിങ് ലെൻസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുകയും ഇത് മൊത്തത്തിൽ എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നു? ഈ ഒരു ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ് നമ്മൾ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ക്രീനിലേക്ക് ഇത് എല്ലാ ലൈറ്റും കൂടി ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ലൈറ്റ് ഒരു ബ്രൈറ്റ് ഇമേജ് ആയിട്ട് ലഭിക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അല്ലേ. ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു ലൈറ്റ് മുമ്പോട്ടേക്ക് ഒരു സ്ക്രീനിൽ പതിപ്പിച്ചാൽ നമ്മളെ ഒരു ധാരണ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു ബ്രൈറ്റ് ഇമേജ് ലഭിക്കും എന്നാണ്. പിയിൽ ഒരു ബ്രൈറ്റ് ഇമേജ് ലഭിക്കും എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ ഇൻ പ്രാക്ടീസ് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ലഭിക്കുന്നത്, വിച്ച് കൺസിസ്റ്റസ് ഓഫ് എ സെൻട്രൽ മാക്സിമം P flanked by a number of dark and bright fringes called secondary minima and maxima on either side of O. ഈ O എന്നൊരു പോയിൻറ്റിനെ ആസ്പദമാക്കിയിട്ട് രണ്ട് സൈഡിലും സെൻറ്ററിൽ ഒരു മാക്സിമം പോയിൻറ്റും മാക്സിമം ബ്രൈറ്റ്നസ്സും
അതിൻ്റെ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോർഷൻസിൽ സെക്കൻഡറി ആൻഡ് സെക്കൻഡറി മിനിമ സെക്കൻഡറി മാക്സിമ എന്ന രീതിയിൽ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഈ രീതിയിൽ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസിൻ്റെ ഒരു പാറ്റേൺ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് എ ബ്രൈറ്റ് ഇമേജ്. നമുക്ക് കാണാൻ സാധിക്കും സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ സെക്കൻഡറി വേവ്സിൽ ഈ ഒരു വേവ് പാറ്റേൺസിൽ കുറേ വേവ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സെക്കൻഡറി മാക്സിമത്തിൻ്റെ എന്താണ് ഡബിളാണ് എന്ന ആ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. സോ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ സെൻട്രൽ ഒരു മാക്സിമം, പിന്നെ എന്താ കുറേ സെക്കൻഡറി മാക്സിമം ആൻഡ് മിനിമം പോയിൻറ്റ്സ് ഉണ്ടാവും. ഇതാണ് മാക്സിമ, ഇതാണ് മിനിമം. ഇത്തരത്തിൽ ഒരു പാറ്റേൺ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഹൈജീൻസിൻ്റെ വേവ് തിയറി അനുസരിച്ചിട്ട് ഒരു ലൈറ്റ് സോഴ്സ്, ഒരു പ്രൈമറി സോഴ്സിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് വേവ്സ് സെക്കൻഡറി ആയിട്ട് മറ്റൊരു ഒബ്സ്റ്റക്കിളിൽ തട്ടി പിന്നീട് അത് മുൻപോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴും ഈ രണ്ടാമത്തെ സോഴ്സിൽ നിന്നും വരുന്ന വേവ്സിനെ നമ്മൾ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം വേവ്ലെറ്റ്സ് ആർ ഇനീഷ്യലി ഇൻ ഫേസ് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പം ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്താണ് ഇൻ ഫേസ്, ദേ ആർ ഇൻ സെയിം ഫേസ്. അതിന് ഒരു ആംഗുലർ ലാഗിങ്ങോ ഒന്നുമില്ല, അതെല്ലാത്തിൻ്റെയും ആംഗുലർ ഡിഫറൻസ് സെയിം ആണ്. അപ്പം ഈ ഫേസിലുള്ള കുറേ ലൈറ്റ് വേവ്സ് ആണ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പാരലൽ ലൈൻ കാണാൻ പറ്റില്ല. എസ്, ഒ ആൻഡ് പി, ദേ ആർ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനുള്ള 3 പോയിൻറ്റ്സ് ആണ് എസ്, ഒ ആൻഡ് പി. അപ്പം സെക്കൻഡറി wavelets traveling in the direction parallel to OP are focused at P. അപ്പം ഇവിടെ നമുക്കൊരു കൺവേർജിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു ഫോക്കൽ പോയിന്റിലാണ് എന്ത് ചെയ്യിക്കുന്നത്, ഫോക്കസ് ചെയ്യിക്കുന്നത്. ഈ ഒരു കൺവേർജിങ് ലെൻസ് ഈ പാരലൽ ബീംസ് ഓഫ് റേസിന് എന്ത് ചെയ്യുന്നു, പി എന്ന പോയിന്റിൽ ഫോക്കസ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് തന്നെ സെയിം ഫേസിലുള്ള കുറേ വേവ്ലെറ്റ്സ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് അത് എന്താണ്, ഈ ഒരു പി എന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്വിഡിസ്റ്റൻ്റ് ആണ്. എ ബി എന്നൊരു സ്ക്രീനിൽ നിന്ന് അല്ലെങ്കിൽ ഒ എന്ന പോയിൻറ്റിൽ നിന്ന് അത് ഇക്വിഡിസ്റ്റൻ്റ് ആണ് ഫ്രം എവ്രി പോയിൻ്റ്. അപ്പം എ ബി എന്നൊരു സ്ക്രീനിൽ നിന്ന് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി വേവ്ലെറ്റ്സ് കമ്മിങ് ഫ്രം എ ബി they reach at the point P in same phase. അതുകൊണ്ട് തന്നെ സെയിം ഫേസിലുള്ള കുറേ വേവ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു, പി എന്നൊരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ സെൻട്രൽ മാക്സിമം ലഭിക്കുന്നത്. നമുക്കറിയാം ഇവിടെ എ ബി എന്നൊരു സ്ലിറ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു നാരോ സ്ലിറ്റിലൂടെ ലൈറ്റ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫ്രാക്ഷൻ? ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ബെൻഡഡ് ആയിട്ടുള്ള കുറേ ലൈറ്റ് വേവ്സ് ഉണ്ടാവും അല്ലേ. സ്ട്രെയിറ്റ് വേവ്സ് മാത്രമല്ല ഉണ്ടാവുക, ബെൻഡഡ് ആയിട്ടുള്ള കുറേ ലൈറ്റ് വേവ്സ് ഉണ്ടാവും. അപ്പം ഇവ ഉണ്ടാക്കുന്നൊരു തീറ്റ ആംഗിളിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് വേവ്സ് ഇതിൽ നിന്നും എന്താണ് P1 എന്ന പോയിന്റിലാണ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇനീഷ്യലി അവ എന്താണ്, ഇനീഷ്യലി ദേ ആർ ഇൻ സെയിം ഫേസിലുള്ള കുറച്ച് ലൈറ്റ് വേവ്സ് ആണ്. അതിന് ഈ ഒരു P1 എന്നുള്ള പോയിന്റിൽ എത്താൻ എന്താണ് ഡിഫറെൻറ്റ് പാത്ത്സ് അല്ലേ, ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് ആണ് അത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി സെയിം ഫേസിലുള്ള കുറേ വേവ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കൺവേർജിങ് ലെൻസ് അതിനെന്താണ്, ഇതിന് ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് ബി എൻ എക്സ്ട്രാ ഡിസ്റ്റൻസ് കവർ ചെയ്യണം അല്ലേ. ഇത്തരത്തിൽ അൺഈക്വൽ ഡിസ്റ്റൻസസിലുള്ള കുറച്ച് സെക്കൻഡറി വേവ്ലെറ്റ്സ് ദേ ആർ മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഒ പി. അപ്പം നമ്മളെ പാരലൽ ലൈനുമായിട്ട് ഒരു തീറ്റ ആംഗിളിൽ ബെൻഡഡ് ആയിട്ടുള്ള കുറേ വേവ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു, P1 എന്നൊരു പോയിന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് ഈ സെൻട്രൽ മാക്സിമത്തിൻ്റെയും അത്ര എന്തുണ്ടാവുകയില്ല, ബ്രൈറ്റ്നസ് ഉണ്ടാവുകയില്ല. ബിക്കോസ് എന്താണ്, ദേ ആർ നോട്ട് ഇൻ ഫേസ്, അവയ്ക്ക് അൺഈക്വൽ ഫേസസ് ആണ് ഉള്ളത്. ഈ പിയിലും P1ലും ഫോക്കസ് ചെയ്യുന്ന രണ്ട് വേവ്സിനെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. അപ്പം P1 എന്ന പോയിന്റിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ലൈറ്റ്സ് എക്സ്ട്രാ എത്ര ഡിസ്റ്റൻസസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, ദേ ഹാവ് എ ബി എൻ പാത്ത് ഡിഫറൻസ് വിത്ത് ദി പി ലൈറ്റ്സ് അല്ലേ. ബി എന്നാണ് അവയുടെ പാത്ത് ഡിഫറൻസ്. എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന
ഈ ഒരു സ്ക്രീനിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻസ് ആണ്. അല്ലാതെ എ എന്നുള്ള പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ്സ് ഈ ഒരു പാത്താണ് ട്രാവൽ ചെയ്യുന്നത്. ബിയിൽ നിന്നും വരുന്ന ലൈറ്റ് ഈ ഒരു പോയിന്റിലേക്ക്, ഈ ഒരു പാത്തിലാണ്. അപ്പം ഇവ തമ്മിലുള്ള എ ബി എന്നുള്ള രണ്ട് പോയിന്റ്സിൽ നിന്ന് വരുന്ന വേവ്ലെറ്റ്സിൻ്റെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് ബി എൻ. ബി എൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി എൻ എന്താണ്? ദിസ് ഡിസ്റ്റൻസ് എ ബി ഇസ് എ. സോ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി ആണ് അല്ലേ, ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സബ്റ്റൻഡഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ ഇസ് 90 ഡിഗ്രി. സോ യൂസിങ് our expression we will get sin theta. What sin theta is equal to? Sin theta we will get bn, opposite side by hypotenuse. It is a. So bn is equal to a sin theta. അപ്പം എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ പാത്ത് ഡിഫറൻസ് ഇറ്റ് ഇസ് എ സൈൻ തീറ്റ. കണ്ടോ, ഈ ഒരു പാത്തിലെ ഡിഫറൻസ് ആണ്. ഇത് പാസ് ചെയ്യുന്ന ലെങ്ത് ഇതാണെങ്കിൽ ഇത് എക്സ്ട്രാ ഒരു ബി എൻ ഡിസ്റ്റൻസും കൂടി ട്രാവൽ ചെയ്യേണ്ടി വരുന്നു ബിയിൽ നിന്നുമുള്ള വേവ്ലെറ്റ്സിന്. കുട്ടികൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സൂപ്പർ പൊസിഷനാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് വേവ്ലെറ്റ്സ് ആണ് എയിൽ നിന്നും ബിയിൽ നിന്നും പോകുന്ന വേവ്ലെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇൻ ഫേസ് ആണെങ്കിൽ അവ മാക്സിമം ആയിട്ട് സൂപ്പർ പോസ് ചെയ്യുന്നു. എല്ലാ വേവ്സും തമ്മിൽ സൂപ്പർ പോസ് ചെയ്തിട്ട് നമുക്ക് ബ്രൈറ്റ് റീജിയൻ കിട്ടുന്നു. ഇനി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള കുറേ ലൈറ്റ്സ് ആണെങ്കിൽ അതിനെന്ത് സംഭവിക്കുന്നത്? ചിലപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മിനിമം ആവാനായിരിക്കും. അപ്പോൾ ആ സൂപ്പർ പൊസിഷൻ കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി മിനിമം ആവുന്നു. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒന്നുമല്ല, ഇറ്റ് ഈസ് ബേസിക്കലി സൂപ്പർ പൊസിഷൻ. അപ്പോൾ ഇൻഡർഫറൻസ് ആയാലും ഡിഫ്രാക്ഷൻ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കേണ്ടത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമുക്കറിയാം വാട്ട് ഇറ്റ് ഈസ്. We know that superposition principle is when two or more waves are allowed to pass simultaneously through a continuous medium. They superimpose one another, then wave produces its own displacement at any point, and the resultant displacement will be the vector sum of their individual displacement. This is called the principle of superposition. ഒരു continuous medium-ത്തിലൂടെ പാസ് ചെയ്യുന്ന വേവ്ലെറ്റ്സിന് മാക്സിമം ഇൻറ്റൻസിറ്റി ലഭിക്കണമെങ്കിൽ അതിന് എന്താണ് കൺസ്ട്രക്റ്റീവായിട്ട് സൂപ്പർപോസ് ചെയ്യും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇൻഡർഫറൻസിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കുറേ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും മാക്സിമവും മിനിമവും കിട്ടാനുള്ള കുറേ കണ്ടീഷൻസാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ദ പാത്ത് ഡിഫറൻസ് ഇസ് ലാംഡ, ലെറ്റ് ദി പാത്ത് ഡിഫറൻസ് ബി ലാംഡ. അപ്പം നമുക്ക് ഈ ഒരു പോർഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. എ ഒ ആൻഡ് ഒ ബി രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം രണ്ടിൻ്റെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോ പോർഷനിലും λ/2 ആണ് പാത്ത് ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 2 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ എ ബി ക്യാൻ ബി ഇമേജിൻ ടു ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ് ഒ എ ആൻഡ് ഒ ബി. അപ്പോൾ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡറി വേവ്സ് ഫ്രം ഒ ആൻഡ് എ വിൽ ബി λ/2. മുകളിലുള്ള പാത്ത് ഡിഫറൻസ് λ/2ഉം താഴെ പോർഷനിലുള്ള പാത്ത് ഡിഫറൻസ് ഒ ബിയിലുള്ളത് λ/2ഉം ടോട്ടൽ പാത്ത് ഡിഫറൻസ് λ ആയിട്ട് കൺസിഡർ ചെയ്യാം ആ സമയത്ത്. ഇതേ രീതിയിൽ 2λ എന്നൊരു ഭാഗം എന്നതാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ 2λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ/2 ഡിസ്റ്റൻസുള്ള 4 പോർഷൻസ് ആക്കി നമുക്ക് എ ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ പോർഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ബിലോയിൽ എന്താണ് നിങ്ങൾക്കറിയാം, അപ്പറിൽ ഒരു ജിയോമെട്രിക്കൽ ഷാഡോ ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ഈ ഒരു എഫക്റ്റിനെ, മുകളിലുള്ള ഒരു ഇമേജിനെ ഈ ഒരു ഷാഡോ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തു പോകും. സോ ഓരോ ഈക്വൽ പോർഷൻസിനും ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഉണ്ടാവും കുറേ ഈക്വൽ പോർഷൻസ് ഇവിടെ ഉണ്ടാവും, അടിയിലുണ്ടാവും. അപ്പം ഇത് തമ്മിൽ എന്താവും, മ്യൂച്വലി ക്യാൻസൽ ചെയ്തത്. അപ്പം മൊത്തത്തിൽ എന്താണ് അവിടെ ക്യാൻസൽ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി മിനിമൈസ് ചെയ്യുന്നത്. അപ്പം 4 പോർഷൻസ് ആകുമ്പോൾ അത് പിന്നെയും ഇൻറ്റൻസിറ്റി മിനിമം ആവുന്നു. അപ്പം ഇത്തരത്തിൽ എന്താണ്, ഇൻ ജനറൽ ദ വേരിയസ് മിനിമ വിൽ occur when the path difference between extreme waves is an integral multiple of lambda. If the wavelets തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, മിനിമം ഇൻറ്റൻസിറ്റി പോർഷൻസ് ആണ് കിട്ടുക. സോ ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് condition for getting minima as a sin theta n. This is the path difference in the case of
Fraunhofer diffraction, if this path difference is integral multiple of lambda, where n is from 1, 2, 3, etc., we will get minimum intensities അല്ലെങ്കിൽ മിനിമാസ് കിട്ടും അല്ലേ. ഒരു സെൻട്രൽ മാക്സിമത്തിൻ്റെ കീഴിലുള്ള മിനിമാസ് ആണ് ഇത്. നമുക്ക് ഓൾസോ വി നോ ദാറ്റ് തീറ്റ എൻ ഇസ് വെരി സ്മോൾ അല്ലേ. തീറ്റ എൻ സ്മോൾ ഡീവിയേഷൻസ് ഉണ്ടാകുന്നത്. സ്മോൾ ഡീവിയേഷൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ലൈറ്റ് വേവ്സിൻ്റെ ഡീവിയേഷൻ, ബട്ട് അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എക്സ് വൈ എന്ന ഒരു സ്ക്രീനിൽ. അപ്പം ഈ തീറ്റ എന്താണ്, വെരി സ്മോൾ. we also we know that sin, if theta n is very small, sin theta n is approximately theta n. This is a mathematical expression. So നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി, തീറ്റ n is equal to n lambda by a. Okay, this is the angular width of nth order minima. അപ്പം path difference എന്താണ്, if path difference is integral multiple of lambda, we will get what, minimas കിട്ടും. ഇതേപോലെ തന്നെ if the path difference bn എന്താണ്, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ആണെങ്കിൽ, ലാംഡ ബൈ 2വിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2 എക്സെട്ര 5 ലാംഡ ബൈ 2, ഇത്തരത്തിലാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ് എങ്കിൽ നമുക്ക് അവിടെ എന്താ കിട്ടുക, സെക്കൻഡറി മാക്സിമയാണ് കിട്ടുക. അതിൻ്റെ ബ്രൈറ്റ്നസ് സെൻട്രൽ മാക്സിമത്തിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും കുറച്ച് മാക്സിമം ആയിട്ടുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റിയുള്ള കുറച്ച് പോർഷൻസ് ലഭിക്കണമെങ്കിൽ ദ ലൈറ്റ് വേവ്സിൻ്റെ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കണം, ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2. പൊതുവായിട്ട് നമുക്ക് എന്തായിട്ട് എഴുതാം, എ സൈൻ തീറ്റ എൻ ഇസ് ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2, where n is from 0, 1, 2, 3, etc. Generally നമുക്ക് എന്താ എഴുതാം, സൈൻ തീറ്റ n is, we know that sin theta n is theta n if theta n is very small. So theta n is equal to 2n + 1 lambda by 2a. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സ്ലിറ്റിലുള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്തായിരിക്കും, സെൻട്രൽ പോയിന്റ് പിയിലൊരു മാക്സിമ, അതിനെ ഫോളോ ചെയ്തിട്ട് സെക്കൻഡറി മാക്സിമവും മിനിമയും ആൾട്ടർനേറ്റ്ലി ഓൺ ബോത്ത് സൈഡ്സിലുള്ള ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ദിസ് ഈസ് ദി സെൻട്രൽ പോയിന്റ് ഒ അല്ലെങ്കിൽ പി. ഇതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ മാക്സിമത്തിന് ചുറ്റും സെക്കൻഡറി മാക്സിമാസ് ആൻഡ് മിനിമാസ് ഇങ്ങനെ ഉള്ള ഒരു ഫിഗറാണ് ഇത് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ ഇഫ് ഡി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ്, നമ്മളെ സ്ലിറ്റ് ഇതാണ് സ്ക്രീനിൽ, ഇവിടെ ഒരു കോൺവെക്സ് ലെൻസൊക്കെ ഉണ്ട്. ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണെന്ന് ഇരിക്കട്ടെ. ആൻഡ് ഇഫ് വൈ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് സെക്കൻഡറി മിനിമം, ഫസ്റ്റ് സെക്കൻഡറി മിനിമം ഇതാണ് അല്ലേ, ഈ 2 പോയിൻറ്റ്സ് ആണ് 2 സെക്കൻഡറി മിനിമാസ്. അപ്പം ഇതിൽ ഈ ഒരു വൈ എന്നുള്ള പോർഷനാണ്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡറി മിനിമം ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്, ലെങ്ത് ഡി ആണ്. ഈ സെൻട്രൽ പോയിൻ്റ് പിയിൽ നിന്നും ഫസ്റ്റ് സെക്കൻഡറി മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ വൈ ആണെങ്കിൽ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് സ്മോൾ വൈ, ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്, ഡി ആണ്. ആംഗുലർ സെപ്പറേഷൻ തീറ്റ ആണ്. അപ്പം നമുക്കറിയാം ആംഗിൾ, ഇത്തരത്തിൽ ഒരു കോണിൽ ആംഗിൾ എത്രയായിരിക്കും, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ലേ, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇവിടെ ആർക്ക് ലെങ്ത് എത്രയാണ്, ഇറ്റ് ഇസ് സ്മോൾ വൈ ആൻഡ് റേഡിയസ് ഇറ്റ് ഇസ് ക്യാപിറ്റൽ ഡി. അപ്പം ആംഗിൾ എന്താണ്, ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ ഡി എന്ന് നമുക്ക് ലഭിക്കും. ഓൾസോ ഇത് സെക്കൻഡറി മിനിമം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡറി മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, വി ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു n ലാംഡ ബൈ എ ആണ്. ഇവിടെ n എത്രയാണ്, 1 ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ n ഈസ് ഈക്വൽ ടു 1. സോ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എ. ഈ 2 തീറ്റാസ് എന്താണ്, സെയിം തീറ്റയാണ്, സെയിം ആംഗിൾ ആണ്. അപ്പം we can write from this expression y by d is equal to lambda by a എന്ന് നമുക്ക് ലഭിക്കും. or y is equal to what, lambda d by a, where lambda is the wavelength of the incident light, d is the distance between the slit and screen, a is nothing but the slit in the distance. Okay,
അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് സെക്കൻഡറി മിനിമം ഓൺ ഐദർ സൈഡ് ഓഫ് ദ സെൻട്രൽ മാക്സിമം എത്രയാണ് 2y ആണ് അല്ലേ. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, ഇതേ y ഇപ്പുറത്തും ഉണ്ടാവും അല്ലേ. y ഡിസ്റ്റൻസിലൊരു സെക്കൻഡറി മിനിമം ഇപ്പുറത്തെ പോയിന്റിലും ഉണ്ടാകും, ജിയോമെട്രിക്കൽ ഷാഡോൻ്റെ ആ ഒരു പോയിന്റിലും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ 2y ആയിരിക്കും എന്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സെക്കൻഡറി മിനിമാസ്. ഈ രണ്ട് മിനിമാസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2y ആയിരിക്കും. അപ്പോൾ 2y is equal to 2 lambda d by a. This is nothing but what, the width of the central maximum അല്ലേ. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെക്കൻഡറി മിനിമാസ് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം 2y is equal to 2 lambda d by a ആണ് എന്ത്, വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. അപ്പം വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് യൂസ്ഡ്. വിഡ്ത്ത് വിൽ ബി ലാർജ് ഫോർ റെഡ് കളർ, ബിക്കോസ് എന്താ, റെഡ് കളറിനാണ് വേവ് ലെങ്ത് കൂടുതൽ, വയലറ്റ് കളറിന് ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള വയലറ്റ് കളറിന് വിഡ്ത്ത് എന്താണ്, സെൻട്രൽ മാക്സിമം വിഡ്ത്ത് കുറവായിരിക്കും. അപ്പം നമുക്ക് വലിയ വിഡ്ത്ത് കൂടിയ ഡിഫ്രാക്ഷൻ പാറ്റേൺ ലഭിക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി, ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള റെഡ് ലൈറ്റ് യൂസ് ചെയ്താൽ മതി. ഓൾസോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. അപ്പം സ്ലിറ്റ് നാരോ ആണെങ്കിൽ എന്താണ്, വിഡ്ത്ത് ലാർജർ ആയിരിക്കും. അപ്പം സ്ലിറ്റ് ഏറ്റവും നാരോ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വിഡ്ത്ത് കൂടും.